താഴമൺ കുടുംബാംഗങ്ങൾ പിന്നീട് വന്നവരും ഈ ക്ഷേത്രത്തെ ബ്രാഹ്മണവൽക്കരിക്കാനും അവർണ ക്ഷേത്രത്തെ സവർണരുടെ നിർബന്ധമായി അവരുടെ കയ്യിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു ഉപകരണമായിട്ട് മാറിയവരാണെന്നാണ് വാദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥാവകാശം മലയരയർക്ക് തന്നെയാണെന്നാണ്. ഇന്ന് ശബരിമല എത്തി നിൽക്കുന്നൊരു ഉയരം മലയരയരുടെക്ക് എത്തിപ്പിടിക്കാവുന്നതല്ല. മലയരയരുടെ അവകാശമുള്ളതാണ്. അതൊക്കെ അംഗീകരിച്ചാൽ പോലും ശബരിമല ഇന്ന് പൂർണ്ണമായിട്ടൊരു വൈദികവൽക്കരിക്കപ്പെട്ട ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണ്. മറ്റ് സ്റ്റേറ്റുകളിൽ ഉൾപ്പെടെ അതിന് അംഗീകാരമുണ്ട്, വലിയ ധനസമാഹരണത്തിലുള്ള ശേഷിയുണ്ട്. ഇത് ശബരിമല മാത്രമല്ല, ഒരുപാട് ക്ഷേത്രങ്ങളും കാവുകളൊക്കെ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സ്വാഭാവിക സംഭവമായിട്ടാണ് എല്ലാ പാർട്ടികളും എടുക്കുന്നത്, എല്ലാ സമുദായങ്ങളും എടുക്കുന്നത്. മലയരയരെ പോലെ വലിയ ഒരു രാഷ്ട്രീയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയാത്ത, അത്ര വലിയ സമ്മർദ്ദ ഗ്രൂപ്പ് അല്ലാത്ത ഒരു വിഭാഗത്തിന് ഇതിൻ്റെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ കേൾക്കാൻ പോലും ആളുകൾ കേരളത്തിലില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വളരെ ചെറിയൊരു വൃത്തങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സജീവിൻ്റെ വാദഗതികളോ സജീവിൻ്റെ അവകാശവാദങ്ങളോ സജീവിൻ്റെ പുസ്തകമൊക്കെ എത്തി നിൽക്കുന്നത്. പക്ഷെ അതിൽ വസ്തുതയുണ്ട് എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് സജീവ് പറയുന്നതിനകത്ത് യുക്തിയുണ്ട്. മലയരയരുടെ 18 മലകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ആരാധനാ കേന്ദ്രമാണ്. പിന്നീട് ആദിമനിവാസികളുടെ ഒരു ആരാധനാ കേന്ദ്രമാണ്. പിന്നീട് സവർണർ പിടിച്ചെടുത്ത് ബ്രാഹ്മണരുടേതാക്കി മാറ്റി, അതിന് പറ്റുന്ന നറേഷൻസൊക്കെ ഉണ്ടാക്കി, ആരാധനാ രീതികളൊക്കെ ഉണ്ടാക്കി മാറ്റി എന്നുള്ളത് വസ്തുതാപരമാണ്. അത് പരമാവധി വസ്തുതാപരമായിട്ടും യുക്തിബദ്ധരായിട്ട് അവതരിപ്പിക്കാൻ സജീവിന് സാധിച്ചു എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത.